മക്കളെ മക്കളെ അങ്ങനെ നമ്മുടെ 2025 ലാബ് എക്സാമുകൾ ഇങ്ങ് അടുത്തെത്തിയിരിക്കുവാണ്. സോ ജനുവരി 22 തൊട്ട് നിങ്ങളുടെ സ്കൂളുകളിലെല്ലാം ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി എനിക്കറിയാം എല്ലാ കുട്ടികളും ടെൻഷനിലാണ്, നല്ല ചൂടുണ്ട് ഇപ്പോൾ. കാരണം എക്സാമിന് അടുത്തെത്തുമ്പോഴാണല്ലോ നമുക്ക് ചൂട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ ലാബ് എക്സാം, മെയിൻ ലാബ് എക്സാം ജനുവരി 22 സ്റ്റാർട്ട് ചെയ്യും. മിക്ക സ്കൂളുകളിലും ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആണ് വരുന്നത്. സോ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മോഡൽ എക്സാംസ്, ലാബിൻ്റെ മോഡൽ എക്സാംസ് ഉടനെ തന്നെ ജനുവരി 1st or 2nd വീക്കിലോ മോഡൽ എക്സാംസ് നടത്തും. അപ്പോൾ ഏകദേശം എല്ലാ സ്കൂളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്കൂളിൽ ചെന്ന് ലാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ലാബ് എക്സാം എങ്ങനെയാണ് എന്ന് ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്നതൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് 2 പേരോ 3 പേരോ, എനിക്കിത് അറിയാവുന്ന കാര്യമാണ്. കാരണം കൂടെയുള്ള ഒരാൾ ചെയ്യും, ടീച്ചറിനെ കാണിക്കും. ഇങ്ങനെയുള്ള തട്ടിപ്പുകളായിരിക്കും നിങ്ങൾ നടത്തി വരുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ലാബ് എക്സാമിന് നിങ്ങൾ ഓരോരുത്തരായിരിക്കും ഓരോ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നത് മക്കളെ. ഇപ്പോഴാണ് പണി പാളുന്നത്. നമ്മൾ അന്ന് തട്ടിപ്പ് കാണിച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇനിയെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് മക്കളെ ജിയോ ജീബ്ര ഓപ്പൺ ആക്കുക. ജിയോ ജീബ്ര എവിടെയാണെന്നെങ്കിലും അറിയാവൂടാ? അറിയാൻ വയ്യാത്ത കുറേ പേരുണ്ട്. ഞാൻ അവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. ജിയോ ജീബ്ര ഞാൻ ഓപ്പൺ ആക്കാൻ ഒരു കുട്ടിയോട് പറയുമ്പോൾ അതെവിടെയാണ് സാറേ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്, എനിക്കറിയാം. ഓക്കെ, അതാരൊക്കെയാണെന്ന് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ളവർ മക്കളെ ഇനിയെങ്കിലും ഉബുണ്ടു ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് എവിടെയാണ് ജിയോ ജീബ്ര ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഓരോ ലാബും, ഞാൻ പറഞ്ഞ 8 ലാബാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യമൊന്ന് മനസ്സിലാക്കണം മക്കളെ. നിങ്ങൾക്ക് 8 ലാബാണ് ടോട്ടൽ സ്കൂളിൽ പറയുന്നത്, 8 ലാബ്. ഓക്കെ, 8 ലാബിനകത്ത് 8 ലാബായിരിക്കും സ്കൂളിൽ പറയുന്നത്. ഇഷ്ടമുള്ള 8 ലാബ് സ്കൂളിൽ പറയും. അതിൻ്റെ അകത്തെ 6 ലാബായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്. 6 ലാബ്. അതിൻ്റെ അകത്തെ 4 എണ്ണം എഴുതിയാൽ മതി. ഈ 6 എണ്ണം 6 ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് ഇഷ്ടമുള്ള 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. മനസ്സിലായോ? ഒരെണ്ണത്തിന് 8 മാർക്ക് വീതം. സോ ടോട്ടൽ 32 മാർക്ക് നിങ്ങൾക്ക് ലാബ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓർക്കും 40 മാർക്കല്ലേ നമ്മുടെ ലാബിന്? 40 മാർക്കാണ്. 32 മാർക്ക് നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റിന് 8 മാർക്ക് വീതമാണ്. 32 മാർക്കായി. 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡിന് മാർക്കുണ്ട്. 4 മാർക്ക് വൈവ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാണെങ്കിൽ ആ 4 മാർക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്താണ് നിങ്ങൾക്ക് 40 മാർക്ക് വരുന്നത്. അപ്പോൾ ഈ 32 മാർക്ക് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. 32 മാർക്ക് വാങ്ങാനായിട്ട് 1 മണിക്കൂർ പോലും ആവശ്യമില്ല. 4 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. സിമ്പിളായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ കഴിയും. 1 മണിക്കൂറിൻ്റെ ആവശ്യം പോലും ഇല്ല. അറിയാവുന്ന കുട്ടനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് പോവാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയും വളരെ എളുപ്പമുള്ള കാര്യമാണ്. മാത്സിൻ്റെ കാര്യമാണ് മക്കളെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൽ എല്ലാം ഓൾറെഡി പറഞ്ഞു കാണും മക്കളെ. 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് ചെല്ലേണ്ടത്. 8 ലാബ് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മക്കളെ, എനിക്ക് തോന്നുന്നു പരീക്ഷണ വസ്തുക്കളാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ടീച്ചർമാർ പറയും. സർപ്രൈസ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം, ലാബ് എക്സാമിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മക്കളെ. മാത്സിൻ്റെ ലാബ് എക്സാം ആദ്യമായിട്ട് കമ്പ്യൂട്ടറിലൂടെ ക്വസ്റ്റ്യൻ നൽകുന്ന ആദ്യത്തെ ബാച്ച് നിങ്ങളായിരിക്കും. ഇത്രയും നാളും മക്കളെ നിങ്ങൾ ലാബിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അവിടെ വെച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ബാച്ചിനകത്താണെങ്കിൽ ടിക്കറ്റ് തരും. 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും. സോ അതും കൊണ്ട് നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻ ടിക്കറ്റ് കാണും. ക്വസ്റ്റ്യൻ നിങ്ങൾ അതിനെ സെലക്ട് ചെയ്തിട്ട് നേരെ പോയി അവിടെ ചെന്നിരിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾ ചെയ്യണം. പക്ഷേ ഈ വർഷം തൊട്ട് ആദ്യമായിട്ട് മാത്സിൻ്റെ ലാബ് എക്സാമിന് വേണ്ടി പുതിയൊരു സോഫ്റ്റ്വെയർ എല്ലാ സ്കൂളുകളിലും എത്തിക്കുവാണ്. സോ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴിയായിരിക്കും നിങ്ങളുടെ എക്സാം. എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിരിക്കും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ വരും. മനസ്സിലായോ? ഒരു ബാച്ചിന് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും സെക്കൻഡ് ബാച്ചിന് വേറെ ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ടീച്ചേഴ്സിന് ഇത് ആദ്യത്തെ കാര്യമാണ്. ഓൾറെഡി എല്ലാ സ്കൂളുകളിലും ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞു ടീച്ചേഴ്സിന്. സോ അങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിനി കൈ കിട്ടത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോർച്ചയൊക്കെ തടയാനുള്ള മെയിനായിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ഇതെല്ലാം കമ്പ്യൂട്ടർ വഴിയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, കുറേയൊക്കെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഗുണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങളോട് പറയാനുള്ള കാര്യം, മാത്സിൻ്റെ ലാബ് 8 എണ്ണമെങ്കിൽ 8 എണ്ണം, പല സ്കൂളുകൾക്കും പലതായിരിക്കും, എങ്കിലും മെയിൻ ആയിട്ടുള്ള 8 ലാബുകൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ
ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ലാബ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ലാബുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2023 2024 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നിങ്ങൾ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. മനസ്സിലായോ? അതേ മോഡലിലേക്ക് ഇത്തവണ വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബുകളായിട്ട് ഞാൻ വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുണ്ട്. നിങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറയുന്ന കേട്ടാ മക്കളെ, നിങ്ങൾ ജിയോജിബ്ര ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എനിക്കറിയാം ഉബുണ്ടു എല്ലാവരുടെയും കയ്യിൽ കാണത്തില്ല. നിങ്ങളുടെ വീട്ടിൽ വിൻഡോസ് ഉള്ളെങ്കിൽ ഞാൻ ഉബുണ്ടുവിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യാം. ഉബുണ്ടു അല്ല, ജിയോജിബ്ര ഡൗൺലോഡ് ചെയ്യാം. ജിയോജിബ്രയുടെ 5.0 ആണെന്ന് തോന്നുന്നു അതിൻ്റെ വെർഷൻ. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് കുറച്ചുകൂടെ നല്ലതാണ്. കറക്റ്റ് നമ്മൾ ഉബുണ്ടുവിൽ കിട്ടുന്ന അതേ ഫീച്ചറുള്ള അതേ ഫോർമാറ്റിലുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ക്ലാസിക് ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും കേട്ടോ. ഉബുണ്ടു അല്ല, ജിയോജിബ്ര 5.0. പിന്നെ മക്കളെ, ഇനി അതും ഇല്ലാത്തവർക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം, അതും ഇല്ലാത്തവർക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള കാര്യം മക്കളെ, നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ജിയോജിബ്ര എന്ന് അടിച്ചു കൊടുക്കുക, ജിയോജിബ്ര ക്ലാസിക്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉള്ള ഒരു ജിയോജിബ്ര കിട്ടും. കണ്ടല്ലോ, കാണാമോന്നറിയാൻ മേലെ അതേ കണ്ടല്ലോ. ഓക്കെ, ഫോണിൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ക്യാമറ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല. ചുമ്മാ എല്ലാവരും ഫോൺ എടുത്തിട്ട് ജിയോജിബ്ര ക്ലാസിക് എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ജിയോജിബ്ര നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒന്നും എല്ലാവർക്കും കമ്പ്യൂട്ടർ കാണണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണണം നിർബന്ധമൊന്നുമില്ല. അതില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് പറയണം മക്കളെ. ഇങ്ങനൊരു ജിയോജിബ്ര എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ജിയോജിബ്ര എന്ന് അടിക്കുമ്പോൾ തന്നെ വരും ജിയോജിബ്ര ക്ലാസിക്. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് ബോക്സ് ഉണ്ട്, പിന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ വേറെ വേറെ മാറിക്കിടക്കുവാണ്. സോ എങ്കിലും അത്യാവശ്യം ലാബിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൂ കാര്യം. അപ്പോൾ ചെയ്ത് പഠിക്കാം മക്കളെ, ടെൻഷൻ വേണ്ടാന്ന് വീണ്ടും വീണ്ടും പറയുവാണ്. സിമ്പിളായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ലാബ്, ഇത്രയുള്ള കാര്യം. ഓക്കെ, മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് കാണാം മക്കളെ. പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരുന്നോണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ലാബിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.